എടാ നീ ഇതെവിടാ? എടാ എല്ലാവരും ഗ്രൗണ്ടിൽ വന്നടാ. എടാ എന്നെ കോപ്പിൽ ഏർപ്പാടാടാ. ആ പോയി. എടാ ആ പ്രദീപ് കോപ്പൻ ഇല്ലെന്ന്. അതങ്ങനെ ശരിയാവും? ഒരു ടീമിൽ 6 പേരും ഒരു ടീമിൽ 7 പേരും അല്ലെങ്കിൽ ഒരാളെ കോമൺ ആക്കണം. കോമൺ നോക്കിക്കൊണ്ടെങ്കിൽ ഇരുന്നാ മതി, ഞാനൊന്നും ആവത്തില്ല. എന്നാ ഉണ്ട്? വിശാല ഒരു പ്രശ്നമുണ്ട്. എന്നാ പറ്റി? ആ പ്രദീപ് കോപ്പൻ ഇല്ലെന്ന്. ഞാനാണ് ഈ ക്യാപ്റ്റനോട് പറയുകയും ചെയ്തില്ല സെറ്റാന്ന്. എടാ ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അവൻ മതി. ഗ്രൗണ്ടിൽ വരുമ്പോ 7 പേരെ ക്യാപ്റ്റന് കണ്ടാ മതി. എടാ അതല്ലടാ, അവനെ നമ്മൾ ടീമിലെടുത്തു. സെറ്റാണ്. പുല്ല്. നീ എന്തേലും കാണിക്കും, ഞാൻ പോണു. ദേ നമ്മുടെ ക്യാപ്റ്റൻ മാസ്റ്റർ ബ്ലാസ്റ്റർ വരുന്നു. എവിടായിരുന്നു? പിന്നെ അല്ല സെറ്റല്ലേ? പിന്നെ മാസ്റ്റർ ഒരു പുതിയ പയ്യൻ വന്നിട്ടുണ്ട്. വിശാലിന്റെ ഫ്രണ്ടാ. അവനെ ടീമിലിട്ടോ. എവിടാ അവൻ? ഇവന് കളിക്കാൻ വല്ലോ അറിയാമോടെ? പിന്നെ അല്ലാതെ ബാറ്റ്സ്മാനാ. അക്കോർഡിംഗ് ടു കണ്ടം ക്രിക്കറ്റ് ഒരു ഓൾറൗണ്ടറാണ്. ഇതൊക്കെ കണ്ടാ മതി. എടാ വാടാ തോസിടാ. എന്തായാലും തോക്കും. എന്നെ കുറച്ച് സ്ലോ മോഷനിൽ പോവാം. ഗൈസ്, കഴിഞ്ഞ 4 കളിയായിട്ട് അവന്മാര് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്താ ജയിക്കുന്നത്. ആൻഡ് ഈ കളിയിൽ നമ്മളാണ് ഫസ്റ്റ് ബാറ്റിംഗ്, വിച്ച് മീൻസ് അപ്പോൾ ഈ കളി അവർക്ക് നമ്മളെ ചേസ് ചെയ്ത് തോപ്പിക്കാനുള്ള പ്ലാൻ. ഇവൻ നമുക്ക് എന്ത് ചെയ്താൽ കളി ജയിച്ചേ പറ്റുള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ ശരി, നമ്മുടെ പിള്ളേരെല്ലാരും റെസ്റ്റഡ്. ഡാ തോമസേ, നീ ഫസ്റ്റ് കയറിക്കോ. അപ്പോൾ ഇപ്പുറത്ത് നീ കയറിക്കോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അർജുനെ ഇറക്കിയാലോ? വേണ്ട വേണ്ട, പവർ പ്ലേ ബിഗ് ഹിറ്റേഴ്സ് വേണം, എന്നാലേ റൺ റേറ്റ് കൂടും. ഞാൻ ഇറങ്ങിക്കോളാം. അപ്പൊ ഗൈസ്, ജയിക്കറോ മാസ് കാട്ടറോ? കൊണ്ട അവനോട് ബാറ്റിലെങ്കിലും ഒന്ന് കുളിക്കാൻ പറയടാ. എടാ എന്തുവാടാ ഈ കാണിക്കുന്നേ? എടാ ഡിഫൻസ്. എടാ ബാറ്റ് കൊണ്ടാലല്ലേ ഡിഫൻസ് ആവുന്നേ. ആ എന്നെ ഗുഡ് ലീവ് നോക്കിയോ അറിഞ്ഞ ഇവ എന്തു ഈ കാണിക്കുന്നത്? എനിക്കറിയാമില്ല. പവർ പ്ലേ അന്ന് ബോധം പോലും ഇല്ല. ഈ കളിയും പോയി. പോയെടുത്തോളാം. കറങ്ങാതെ ഇവിടെ ബ്രോ അവന്റെ വിക്കറ്റ് ഒന്നും എടുക്കാൻ പറ്റുമോ? കീപ്പറിന് നല്ല കാറ്റ് കിട്ടുന്നുണ്ട്, അവിടെ നിൽക്കട്ടെ. കണ്ടോടാ ഹെലികോപ്റ്റർ. സിംഗിൾ ഇട്ടാ മതി, ഞാൻ നോക്കാം. നിനക്ക് കോപ്പ് വരുന്നു. കളി എടാ നീ ഇറങ്ങിക്കോ. കമോൺ കമോൺ.
കളിച്ചൂടായിരുന്നോ? മിസ്സായടാ. സാരമില്ല, പോട്ടെ, നമുക്ക് പിടിക്കാം. വാ. വെയിറ്റ്. എടാ. എടാ, നീ ഇറങ്ങിക്കോ. ശരി ഞാൻ എടാ, അജയ്ക്ക് സ്ട്രൈക്ക് കൊടുക്കണ്ട കേട്ടോ. ഇല്ല. നോക്കി കളിക്ക്. ഓക്കെ ഓക്കെ. ഷോട്ടറാ. ബാറ്ററാ, ബാറ്റും ഓട് 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 ഓട്. കിട്ടി. എറിഞ്ഞോ ഷോട്ടറാ. എടാ നോക്കി കളിക്കേ. ഓക്കെ. ഷോട്ടറാ. ഇനി ഒരു ഓവറും കൂടെ ഉള്ളൂ. ആരെ ഇറക്കും? നമുക്കെന്നാ പുതിയ പേനെ ഇറങ്ങിയാലോ? അത് വേണ്ട, റിസ്ക് എടുക്കാൻ പറ്റില്ല. ക്യാപ്റ്റൻ ഇറങ്ങിക്കോ. അതേടാ, നമുക്ക് അവന് ബോളിംഗ് കൊടുക്കാം. ലാസ്റ്റ് ഓവറാ, അടിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. എന്റെ ബാറ്റ് എവിടെ? അവിടെ ആ, സിംഗിൾ ഇട്ടാ മതി, ബാക്ക് ചെയ്യാൻ നോക്കിക്കോളാം. ഒന്ന് മിണ്ടാണ്ട് പോടാ. അത് ശരി. കുത്ത്. ഇന്നെങ്ങാണ് എന്തെങ്കിലും നടക്കൂ. കമോൺ ക്യാപ്റ്റൻ. സമയക്കളെ ഇറങ്ങി തീർക്കടാ. ഷോട്ട് കൊടു. അവനും കൊടു. ക്യാപ്റ്റൻ, ഇതുവരെ കളിച്ച സെൻസിറ്റീവ് ഇന്നിങ്സാ, ഇനിയാ ഫൈനൽ. നിനക്ക് എന്താടാ മണ്ട? ഓവറൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞാ ഇവനെ കൊണ്ട്. ഇതാ ഞാൻ ഒന്ന് ബാറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഓവർ ചെയ്യും. എപ്പോഴും ഉള്ളത് സാരമില്ല, ഇനി ബോളിംഗ് പിടിക്കാം. നല്ല ബോൾ. Come on boys, come on. സിംഗിളല്ലേ പന്ത് പിടിച്ചല്ല. ഇട്ട് കൊടുക്കലടാ. ബോൾഡാ എറിയാവേ. എവിടെ ഇട്ട് കൊടുക്കോടാ? സൂപ്പറാ. നോക്കടാ അവിടെ. ബോൾ ബോൾഡാ വെൽ ബോൾ. Let's go boys. വെൽ ബോൾ. മോനെ മോനെ.
നോക്കിക്കളേ. എന്തുവാടേ? ഒന്ന് ചാടി പിടിയടാ അത്. ആടാ ഞാൻ ഏണി വെച്ചേറാ. എടാ തട്ടിയാണില്ലടാ. ഐഷ 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 എന്തിനാടാ അവനെ ഔട്ടാക്കുന്നേ? അവിടെ നിർത്തിയാ പോരായിരുന്നു. എന്നാ പിന്നെ ഞങ്ങൾക്ക് വിട്ടാ പോരായിരുന്നു. പിന്നെ സോറി ബ്രോ, അതെന്റെ എത്തിക്സിനെതിരാ. സൂപ്പർടാ മോനെ. 6 ബോളിൽ 11 റൺ മതി ജയിക്കാൻ. പ്രദീപിന്റെ വിക്കറ്റ് എങ്ങനെയല്ലേ എടുക്കണം? ഞാൻ അറിയാം. ഓ വേണ്ട. എങ്കിൽ പിന്നെ അർജുന കൊടുത്താലോ? അത് വേണോ? എടാ നമ്മൾ എന്തായാലും തോക്കും. അവന് ബാറ്റിംഗ് പോലും കൊടുത്തില്ല. ഈ ഓവർ അവനങ്ങ് കൊടു. എടാ അർജുനെ, ഈ ഓവർ നീ ഏതോ? ആ ബ്രോ, അവന്റെ ബാറ്റിന്റെ തുമ്പത്തിട്ട് കൊടുത്താൽ മതി, ബാക്കി അവൻ നോക്കിക്കോളും. നീ ആരുടെ ടീമാ അർജുന? അത് കുഞ്ഞിനാന്ന് വിളിക്കാം. ഞാനും അത് തന്നെ വിചാരിച്ചു. Come on, everybody. ബോളാടാ മോനെ, ഏതാ ബോൾ? സൂപ്പറാ. ബോൾഡാ. ആ ബോൾഡാ ബോൾഡാ ബോൾഡാ. ബോൾഡാ 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 ബോൾഡാ. ഗുഡ് ബോൾ, ഗുഡ് ബോൾ. മോനെ, നീ പറഞ്ഞ പോലെ 2 ബോളും കൂടെ എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും. അതിവിടെ ചരിത്രവും. നമ്മൾ ഇതുവരെ ജയിച്ചിട്ടില്ല കേട്ടോ. ജയിപ്പിച്ചേക്കണേ വികിലേ. ക്യാപ്റ്റൻ പിടിക്കണേ. എടി, ഹാപ്പി ബർത്ത്ഡേ അഞ്ജു. ഓ താങ്ക് യു. വേഗം എണീറ്റ് വാ, ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബർത്ത്ഡേ ആയിട്ട് ഒന്നും തന്നില്ലെന്ന് വേണ്ട, അതുകൊണ്ട് പാത്രം ഞാൻ അവിടെ കഴുകാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ ബൈ. അല്ല വലാതി. ഹാപ്പി ബർത്ത്ഡേ മൈ ബോയ്. ഹലോ. ഹേ, ഇതിപ്പോ എവിടെ നിന്ന് വന്ന്? ദേ ഇപ്പോ നിന്നെ ആരാടാ അകത്ത് കയറ്റേ? ഡോറ് തുറന്നു കിടന്നു, ഞാൻ അങ്ങ് കയറി, അത്രേ ഉള്ളൂ. ഞാൻ ഡോർ അടയ്ക്കാൻ ചെറുതായിട്ടൊന്ന് മറന്നു. അഞ്ജു, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു താങ്ക് യു. സച്ചിനെ വിഷ് ചെയ്തോ? പിന്നെ എടി, നീ നാട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നല്ലാണ്ട് എല്ലാ ഐറ്റംസും ബാഗിലുണ്ട്. വായോ. ഇന്നിക്കൊരു പൊടി. ഹായ് അച്ചപ്പം, നിനക്കിന്ന് ഡ്യൂട്ടി ഇല്ലേ? ആടി 2-ന് കയറണം. അല്ല, നിന്റെ പെണ്ണ് കാണൽ എന്തായി? അതൊന്നും ആയില്ല. അതെന്താ? ആദ്യം വലിയ ഡിമാൻഡില്ല എന്ന് പറഞ്ഞിട്ട് പറയാ. അവരുടെ മൂത്ത മോൾക്ക് കൊടുത്തത് 80 പവൻ. സോ കയറി വരുന്ന പെണ്ണും ഒട്ടും കുറയ്ക്കരുതെന്ന്. എന്നിട്ട് വീട്ടിലെന്ത് പറഞ്ഞു? അവരല്ലല്ലോ, ഞാനല്ലേ പറയണ്ടേ. എൻ്റെ കച്ചവടം ഉറപ്പിക്കാൻ വന്നല്ലേ അവര്. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? അവരെനിക്ക് വിലയിട്ടത് 80 ലക്ഷം രൂപയാണ്. പക്ഷേ അവരുടെ മോൻ്റെ 1 വർഷത്തെ ആനുവൽ സാലറി ആകെ 6 ലക്ഷം രൂപയാണ്. സോ എൻ്റെ ക്ലാസ്സിന് നിങ്ങളുടെ മോനെ ചേരില്ലെന്ന് ഞാനങ്ങ് പറഞ്ഞു. അല്ലാണ്ട് അവരോട് എന്തു പറയാനാ? നീ ഇത് മുഖത്തടിച്ച പോലെ അവരോട് പറഞ്ഞോ? ആ പറഞ്ഞു. അതേതായാലും നന്നായി. ഇന്നത്തെ കാലത്ത് ഇത്ര കണക്ക് പറഞ്ഞ സ്ത്രീധനൊന്നും മേടിക്കാൻ ഇവർക്കൊരു മടിയുമില്ലേ? ആർക്കറിയാം. അല്ലെങ്കിലും നമ്മളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരാളുടെ കൂടെ ജീവിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്.
ഹലോ ചേച്ചിമാരെ, ഞാൻ ആ ചെക്കനെ വേണ്ടാന്ന് വെച്ചത് 80 ലക്ഷം രൂപ സ്ത്രീധനം ചോദിച്ചുകൊണ്ടൊന്നും അല്ല. പിന്നെ അക്കോർഡിംഗ് ടു ഒരു അസറ്റ്സ് വാല്യുവേഷൻ എനിക്കും ചേട്ടനും ഈക്വലായിട്ടായിരിക്കണം പാർട്ടീഷൻ കിട്ടേണ്ടത്. അമ്മയുടെ ജോൽസും അപ്പയുടെ PF-ഉം എല്ലാം പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യുമ്പോൾ 2 crore എങ്കിലും വരും. അപ്പം അതിൻ്റെ പകുതി എത്ര 1 crore. ഓ 1 കോടി ആസ്തിയുള്ള ഒരു പെണ്ണിന് കുറഞ്ഞത് 15 ലക്ഷം രൂപ ആനുവൽ സാലറി വരുന്ന ഒരുത്തനെങ്കിലും വേണ്ടേ? അത്രയേ ഉള്ളു. പിന്നെ എടി പൊട്ടി കല്യാണി, ഈ ലോകത്ത് ഏറ്റവും വലുത് കാശാണോ? പിന്നല്ലാതെ. എടി മോളെ, ഈ സ്നേഹം വെറും ആഴേറിയ വികാരം മാത്രം. എപ്പോഴും മൂല്യമുള്ളത് ക്യാഷിനും ഫെയിമിനും തന്നെയാണ്. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ അഞ്ജുനോട് ചോദിക്ക്, അവൾക്കറിയല്ല. നീ എന്തൊന്നും അറിയാത്ത പോലെ നിൽക്കുന്നേ. പണ്ട് ഇവൾക്കൊരു ക്രിക്കറ്റ് പ്ലെയർ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവന് ടീമിൽ സെലക്ഷൻ കിട്ടാണ്ടായപ്പോൾ ഇവൾ അങ്ങ് ഇട്ടിട്ട് പോയി. അറിയാൻ മേലാത്ത കാര്യത്തെ കുറിച്ച് സംസാരിക്കരുത്. പറയണ്ടായിരുന്നു. ഏത് നേരത്താണെങ്കിൽ പറയാൻ തോന്നിയ. സരലോട്ടെ. ഉച്ചയ്ക്ക് എന്നാടി? ഒതലങ്ങ. തോരനാണോ? അല്ല, കറി. സംതിങ് ഫിഷി. അഞ്ജു, ഷെൽഫിലെ ഇച്ചിരി ഓറി ഇരിപ്പുണ്ടായിരുന്നു. എന്നാ പിന്നെ അതുകൊണ്ട് ഷേക്ക് അടിക്കാന്ന് വിചാരിച്ചു. എന്നാ കുടിച്ചോ. താങ്ക് യു. എടി, കല്ലു പറഞ്ഞ നിനക്ക് വിഷമായോ? ഓ, അപ്പോൾ ആ കഥ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷേക്കും കൊണ്ട് ഇപ്പം എൻ്റെ അടുത്തേക്ക് വന്നതല്ലേ? അല്ല, അത് പിന്നെ എന്തെങ്കിലും ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ അതറിഞ്ഞില്ലെങ്കിൽ എന്തോ പോലൊരു ബുദ്ധിമുട്ടാണ്. യെസ്. എടാ വിശാലേ, നിന്റെ ഫ്രണ്ട് കൊള്ളാട്ടോ. അവനെ ഇനി എന്നും കളിക്കാൻ വിളിക്കണം. നല്ല ഭാഗ്യമുണ്ട് അവന്. അവ എന്നും വരുമെന്ന് തോന്നുന്നില്ല. 2 ആഴ്ച കഴിഞ്ഞ് അവന് ക്യാമ്പിൽ ജോയിൻ ചെയ്യണം. എന്തിൻ്റെ ക്യാമ്പ്? NCA. നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി. യെസ്. അഞ്ജലി എന്നല്ലേ പേര്? അതെ. അർജുൻ സ്റ്റേറ്റ് ടീം പ്ലെയർ അല്ലേ? ആ. സോറി, അർജുൻ ഒരു സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ക്യാമ്പ് എന്നാ തുടങ്ങുന്നത്? ക്യാമ്പ് ആക്ച്വലി ഇനി ഒരു 10 ദിവസം കൂടി ഉണ്ട്. എൻ്റെ ഒരു പഴയ കോച്ചുണ്ട്, അരവിന്ദ് സാർ. സാറിന് ഇവിടെ ഒരു കോച്ചിങ് ക്ലബ്ബാണ്. പക്ഷേ സാർ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റാണ്. അതുകൊണ്ട് ഞാനാണ് അവിടുത്തെ ട്രെയിനർ. അങ്ങനെ അതിനു വേണ്ടിയാണ് നേരത്തെ വന്നത്. ഓക്കെ. ഇത്തവണ ഇംഗ്ലണ്ടിലല്ലേ നിങ്ങളുടെ മാച്ച്? ആ, ഫാസ്റ്റ് ബോളേഴ്സിനൊക്കെ നല്ല അഡ്വാൻറ്റേജ് ഉള്ള പിച്ചാ. അതെ. നിങ്ങൾ പ്രൊഫഷണൽ പ്ലെയേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ കണ്ടത്തിലൊക്കെ വന്ന് കളിക്കുമോ? അതെന്താ അങ്ങനെ? എല്ലാവരും ഇവിടെയൊക്കെ തന്നെയല്ലേ കളിച്ച് പഠിച്ചേ. അഞ്ജലി അക്കാഡമിയിൽ പഠിച്ചിട്ടുണ്ടോ? എന്ത് അക്കാഡമി? ക്രിക്കറ്റ് അക്കാഡമി. ഇല്ല. അതെന്താ അങ്ങനെ ചോദിച്ചേ? പഠിക്കാനായിരുന്നു ആഗ്രഹമല്ലേ? ക്രിക്കറ്റാണ് പാഷൻ. പിന്നെന്താ ആ സീരിയസ് ആയിട്ട് നോക്കാത്തെ? കണ്ടിട്ട്
നല്ലൊരു പ്ലെയർ ആവാനുള്ള പൊട്ടൻഷ്യലൊക്കെ ഉണ്ട് തനിക്ക്. എന്നോട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ പറയുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ആംബിഷൻ പറഞ്ഞപ്പോൾ എന്നെ ഓടിച്ച് കയറ്റിയത് എൻട്രൻസ് കോച്ചിങ് അക്കാഡമിയിലോട്ടാണ്. അതിൻ്റെ കൂടെ ഒരു ഉപദേശവും പെമ്പിള്ളേരൊന്നും കുറ്റിയും കോലും കളിക്കാൻ പോകണ്ടെന്ന്. അപ്പോൾ ഹാർഡ് ബോൾ ക്രിക്കറ്റിൻ്റെ സീരിയസ് ഗെയിംസിലൊന്നും തനിക്കൊരു ചാൻസ് കിട്ടിയില്ലല്ലേ? പക്ഷെ അപ്പോഴും താൻ തൻ്റെ പാഷൻ മറന്നില്ല. ക്രിക്കറ്റിനുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഇപ്പോഴും താൻ കളിക്കാൻ വരുന്നത്. അർജുൻ ഇവിടെ നെറ്റ്സുള്ള ക്ലബിൽ മെമ്പർഷിപ്പ് ഉണ്ടോ? ആ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അരവിന്ദ് സാറിൻ്റെ SS ക്ലബ്, അവിടെ എനിക്ക് മെമ്പർഷിപ്പും ഉണ്ട്. അർജുൻ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, കളിക്കാൻ കൂട്ടിന് പകരം ചോദിക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. എന്നെ ആ ക്ലബിലോട്ടൊന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പം മെമ്പർഷിപ്പ് ഉള്ള ഒരാൾക്ക് ഈസി ആയിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് നെറ്റ്സ് പ്രാക്ടീസ് ചെയ്യണമെന്ന്. പിന്നെന്താ, താൻ നാളെ പോര്. ആ അപ്പോഴേക്കും കിറ്റൊക്കെ മേടിച്ചോ? ആ, ഫസ്റ്റ് സാലറി കിട്ടിയപ്പോഴേ വാങ്ങിച്ചതാ, പക്ഷെ ഇതുവരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. എന്നാ പിന്നെ തുടങ്ങിയാലോ? പിന്നെന്താ? എന്തു പറ്റി? അർജുൻ ഫാസ്റ്റ് ബോളർ അല്ലേ? എൻ്റെ പേസ് തനിക്ക് ജഡ്ജ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അർജുൻ്റെ രീതിക്ക് തന്നെ ബോൾ എറിയേ. തൻ്റെ ഫാസ്റ്റ് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അതെ, പേസ് ഇച്ചിരി കുറച്ചെറിഞ്ഞാലും മതി.
ആ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ. ആ പറയടാ. മോന് കുറച്ച് പൈസ മറിക്കാനുണ്ടോ? എടാ പെട്ടെന്നിപ്പോ എത്രയാ? ഒരു 500. എടാ അത്രയൊന്നും കയ്യിൽ കാണുള്ളൂടാ. പിന്നെ എത്ര ഉണ്ട്? എൻ്റെ കയ്യിലിപ്പോൾ ഒരു 100 കാണും. എന്നാ ഒരു 50 അയക്കി. ആ ഞാൻ ഇപ്പം അയക്കടാ. പൈസയ്ക്ക് വല്ല അത്യാവശ്യമുണ്ടോ? ഏ അല്ല, ഫ്രണ്ടിനെ പൈസയ്ക്ക് വല്ല അത്യാവശ്യമുണ്ടോന്ന്. കേട്ടായിരുന്നു. ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻ്റ് ആവും. പിന്നെ പറയുന്ന മൊത്തം ഫോണിലേക്ക് കേൾക്കും. പൈസയൊന്നും വേണ്ട, ഇവൻ ചിലപ്പോൾ ചുമ്മാ ഉടായിപ്പായിരിക്കും. ഉടായിപ്പാന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല, ഇനി ചിലപ്പോൾ വല്ല അത്യാവശ്യമാണെങ്കിലോ. ഇത്രയും ഇഷ്ടമൊക്കെയുള്ള ക്രിക്കറ്റൊക്കെ മറന്ന് ജീവിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലേ? അങ്ങനെ ചോദിച്ചാൽ ലൈഫിൽ നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് അതിൻ്റെ പുറകെ ഒരുപാട് ദൂരം പോയി കഴിഞ്ഞ് അത് കിട്ടാതെ വരുമ്പോൾ ഒരു സങ്കടമൊക്കെ തോന്നും. പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. നാളെയാണ് എൻ്റെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയൊരു 20 ദിവസം അവിടെ ആയിരിക്കും. ആഹാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. തനിക്കിവിടെ വരാൻ കേട്ടോ, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്.